നേമത്ത് മത്സരിക്കാനില്ലെന്ന പ്രതികരണത്തിൽ മലക്കം മറിഞ്ഞ് വി ശിവൻകുട്ടി. പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. മന്ത്രി നേമത്ത് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കകമാണ് ഈ നിലപാട് മാറ്റം. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ പിന്നെ 1 പ്രാവശ്യം രാജഗോപാലാണ് പരാജയപ്പെടുത്തിയത്, പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി, പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നേമത്താര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. ഞങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ തീരുമാനിച്ചാൽ മത്സരിക്കുന്നതെന്നോ മത്സരിക്കില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ പാർട്ടിയിൽ ആ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും, ശക്തമായി തന്നെ മത്സരിക്കും. LDF അവിടെ സീറ്റ് അവിടെ നിലനിർത്തും. അരുൺ ആലത്തൂർ ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അരുൺ, എന്തായിരുന്നു ഈ ആദ്യത്തെ പരാമർശത്തിന് കാരണം? പിന്നീട് എങ്ങനെയാണ് ഇത് മാറ്റാൻ ഒരു സാഹചര്യം ഉണ്ടായത്? ശിവൻകുട്ടിക്ക് എന്താണ് പറ്റിയത്? ഇന്ന് രാവിലെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ട സമയത്താണ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളുടെ ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നേമത്തെ താൻ മത്സരിക്കാൻ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയത്. താൻ 3 തവണ നേമത്ത് മത്സരിച്ചു കഴിഞ്ഞു, 2 തവണ വിജയിച്ചു, 1 തവണ പരാജയപ്പെടുകയും ചെയ്തു എന്ന് ഉൾപ്പെടെയായിരുന്നു വി ശിവൻകുട്ടി വിഷയത്തിൽ പ്രതികരിച്ചത്. പിന്നീട് അത് മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് അതേ മാധ്യമങ്ങളെ തിരിച്ചു വിളിച്ച് തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ നിലപാട് മാറ്റി മലക്കം മറിയുന്ന സ്ഥിതി ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ നേമം മണ്ഡലത്തിലെ മാത്രം വോട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും മുന്നേറ്റം നടത്തി 1ാം സ്ഥാനത്തുള്ളത് BJP ആണ്. സ്വാഭാവികമായിട്ടും വി ശിവൻകുട്ടിക്കും LDF-നും ഒക്കെ എതിരെയുള്ള ഒരു വികാരം പൊതുവെ നേമത്ത് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിച്ചു കഴിഞ്ഞാലും അവിടെ തോൽവിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പാർട്ടിയിൽ നിന്നോ മറ്റോ പിന്നീട് ശിവൻകുട്ടിയോട് അത് മാറ്റി പറയണമെന്നുള്ള നിർദ്ദേശം ലഭിക്കുകയും അതിനുശേഷം വിഷയം മാറ്റി പറഞ്ഞ് പാർട്ടി ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നേമത്ത് കൊണ്ടുവരുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു നിലപാടിലേക്ക് ശിവൻകുട്ടി എത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിയമം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ ശിവൻകുട്ടിയുടെ ഈ 2 പ്രതികരണങ്ങളിലൂടെ വ്യക്തമാവുകയാണ്.